ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്കും പിന്നെ മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിട്ടാണ്. ക്യാരറ്റ് ഹൽവയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാരറ്റ്. 4 വലിയ ക്യാരറ്റ് എടുത്ത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് പാല്. ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 കപ്പ് പഞ്ചസാര. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. അല്പം ഏലക്ക പൊടിച്ചതും ആവശ്യത്തിന് കാഷ്യൂ നട്ടും കിസ്മിസും പിന്നെ ആവശ്യത്തിന് നെയ്യുമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈ പാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുഴുവൻ ക്യാരറ്റും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നെയ്യ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റോളം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ചായി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് വരും. അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അല്പം നെയ്യ് കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് 2 കപ്പ് പാലും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വറ്റുന്നവരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതൊന്ന് വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറുകി വരുന്തോറും അല്പം നെയ്യ് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ടും പിന്നെ കിസ്മിസും നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് സൈഡിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇത് അധികം ഡ്രൈ ആക്കി എടുക്കരുത്, പിന്നെ ഇത് കട്ടിയായി പോവും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഇപ്പം നല്ലോണം വിട്ട് വരുന്നൊക്കെ ഉണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അപ്പോൾ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ. പിന്നെ ഇത് ഐസ്ക്രീമിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു.